ഡി എഫിന് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അൻവർ. അൻവർ വന്നത് തന്നെ യു ഡി എഫിനെ ബാധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അൻവർ വന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾ വേറെ തിയറി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെവിടെ വരെ പോകും. തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ ഒന്നിച്ച് കാണണം. രാഷ്ട്രീയമായിട്ട് ഇത് ബോധപൂർവം രണ്ടുപേരും പാർട്ടി സെക്രട്ടറി ലെവലിലും മുഖ്യമന്ത്രിയുടെ ലെവലിലും വന്നിരിക്കുന്നു. മുസ്ലിങ്ങളുടെ യു ഡി എഫ് എൽ ഡി എഫ് നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവിടെ ആ സ്പേസേ ബി ജെ പിക്ക് കയറും. ക്രിസ്ത്യാനികൾക്കും കുറേയൊക്കെ ബി ജെ പി എന്നാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോലും ബി ജെ പി വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന നിലയമേലും കിട്ടുന്നൊരു പേരില്ല. പ്ലേസ് അല്ലെങ്കിൽ ഒരു പരിഗണന യു ഡി എഫിൽ നിന്ന് കിട്ടാമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തി, അദ്ദേഹം തന്നെ നഷ്ടപ്പെടുത്തി. സ്കൂട്ടറായിട്ട് ഇടുന്നു, എല്ലാവരും കാര്യങ്ങളും അന്വേഷിക്കും. പക്ഷേ ഒരു പുഷ്പമൊക്കെ ഇവിടെയുള്ളൂ, മറ്റേതല്ല മൊത്തം പുഷ്പമാരാണ്. അതാണ് അതിൻ്റെ കാര്യം. അല്ലാത്ത സീറോ മലബാറും മലകരക്കാരുമായിട്ടുള്ള ബിഷപ്പ്മാരെല്ലാം മാർപ്പാപ്പയുടെ കൈമുത്താനല്ല പോയത്, മോഡിയുടെ കൈമുത്താനാണ് പോയത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നല്ല പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 71% ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം. ഇതിൽ ഇനി മാറ്റങ്ങൾ ചെറിയ തോതിലുണ്ടായേക്കും. കാരണം പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് വരാൻ ഇനിയും സമയമെടുക്കും. എല്ലാ മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ അടിയൊഴുക്കുകൾ ആർക്ക് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ടാകും? നടത്താം നമുക്കൊരു നിരീക്ഷണം. നമ്മോടൊപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എൽ അജിത്, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. ഇരുവർക്കും നമസ്കാരം, സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക്. വളരെ ശക്തമായ മത്സരമാണ് ഇവിടെ നടന്നത്. ഇടത് വലത് മുന്നണികൾ തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുക എന്ന് തുടക്കത്തിൽ വിലയിരുത്തപ്പെട്ടുവെങ്കിൽ തന്നെയും PV അൻവർ എന്ന സ്വതന്ത്രൻ ശക്തമായ രീതിയിൽ വോട്ട് പിടിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടും നമുക്ക് നിലമ്പൂരിൽ നിന്നും വരുന്നുണ്ട്. ഇത് ആരുടെ വോട്ടായിരിക്കും അൻവർ സ്വന്തമാക്കിയത്? ആരായിരിക്കും ഖേദിക്കേണ്ടി വരിക? ആരായിരിക്കും ആഹ്ലാദിക്കുക 23-ന്? ആദ്യം ശ്രീ ഫക്രുദ്ദീൻ, വളരെ വലിയ രീതിയിൽ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു ഇടതുമുന്നണി. UDFും അതുപോലെ തന്നെ ഒരു മൈക്രോ ലെവലിലേക്ക് തന്നെ അവർ പോവുകയുണ്ടായി. ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ നൽകി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചില സൂചനകളൊക്കെ വരുന്നത് നേരിയ മുൻതൂക്കം ഷൗക്കത്തിനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ സ്വരാജ് പറയുന്നു ഭയമില്ല, ആത്മവിശ്വാസമാണ് എന്ന്. എന്ത് തോന്നുന്നു? അല്ല, ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൂചന, ഒന്ന് സ്വരാജ് പറയുന്നു എന്നുള്ളതാണ്. അവിടുന്ന് സൂചന ഒന്നും ഇല്ലേ? അപ്പം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അവരുടെ ബോഡി ലാംഗ്വേജിൽ അത് പ്രകടമാണ്. CPM ക്യാമ്പിൽ പൊതുവേ ഇല്ലാത്ത കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. CPM ക്യാമ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് RSSും CPM ആയിട്ടുള്ള ബന്ധം. അതുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ പോളിംഗിന്റെ തലേ ദിവസം അത് വീണ്ടും പാർട്ടി സെക്രട്ടറി ഒരു കാര്യം പറയുന്നു, അത് മുഖ്യമന്ത്രി ഒന്ന് നേരത്തെ ഇരുന്നു. സ്വരാജ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു, ആളുകൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം കൂടി അവിടെ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നു. പൊതുവേ LDF ക്യാമ്പിൽ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ സെക്രട്ടറി എങ്ങനെയാണ് പരസ്യമായി തിരുത്താറില്ല. സെക്രട്ടറി ഇങ്ങനത്തെ കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യാറില്ല. അതങ്ങനെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഒരു പ്രശ്നമല്ല എന്നാണ് എൻ്റെ ലൈൻ. അല്ല, പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഒരു അഭിമുഖത്തിൽ കൃത്യമായി തന്നെ പറയുകയാണ് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും ആശ്ചര്യം തോന്നുകയാണ്. അദ്ദേഹത്തോട് എടുത്തു ചോദിക്കുകയാണ്, ഇത് വിവാദമാകും എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ആയിക്കോട്ടെ എന്ന് പറയും. ഒന്നാമത്തെ കാര്യം, ഗോവിന്ദമാഷ് ശുദ്ധനാണ്. നിങ്ങൾ പറയുന്ന പോലെ ഭീകര ജീവിക്കുന്നത് പാവമാണ്. രണ്ടാമത്തെ കാര്യം, ഗോവിന്ദമാഷ് ഒരു സമാധാന പ്രിയനാണ്. ഗോവിന്ദമാഷ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘടനകളാണ്. ആ സമയത്ത് ഇവർ CPM പൊതുവെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും CPM BJP കോൺഗ്രസ്സുകാരോ എന്തെങ്കിലും ലോക്കൽ വിഷയം ഉണ്ടാവും. അങ്ങനെ മരിച്ച ഡെഡ് ബോഡി ഞങ്ങളുടെ ഡെഡ് ബോഡി ആകും. മനസ്സിലായോ? അങ്ങനെ മറ്റേ സന്ദേശം സിനിമ കാണുന്ന പോലെ അങ്ങനെയാണ് അവർ പൊതുവെ ചെയ്യുന്നത്. ഇങ്ങനെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദമാഷ് എടുത്ത് മാഷ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു ടീം പോയി. ഇത് നമ്മൾ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞത്, ഈ നെല്ലൊക്കെ കൊയ്ത് ആളുകൾ പണിയില്ലാതെ ഉടമ്പിലിരിക്കും. അദ്ദേഹമാണ് ഒതൻറ്റിക്കായിട്ട് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകത്തെ പറ്റി ഒതൻറ്റിക്കായിട്ടൊരു സ്റ്റഡി ആദ്യം നടത്തിയ അദ്ദേഹമാണ് SP ആയിരുന്ന സമയത്ത്. അപ്പം പറയുന്നത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കമൻ്റ് അടിക്കുന്ന പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായി പാർട്ടി ഏറ്റെടുക്കാൻ മാഷ് ഒന്ന് പോയി പണിയൊക്കെ ഗോവിന്ദ മാഷ് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ മാഷ് ഇപ്പോൾ നമുക്കറിയാം അടിയന്തരാവസ്ഥക്കാലത്താണെങ്കിലും എനിക്ക് 89 ഇലക്ഷൻ സമയത്താണെങ്കിലും നേരിട്ട് RSS ജനസംഘം RSS BJP ആയിട്ട് ബന്ധമല്ലെങ്കിൽ പോലും അവരുടെ അലയൻസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ
സി പി ഐ ചില ഘട്ടങ്ങൾ വാങ്ങുന്നിട്ടുണ്ട്. CPI ഉൾപ്പെടെയുള്ള സംഘടനകൾ സപ്പോർട്ട് ചെയ്ത്. CPI മാകുന്നേ വിഷമിക്കുന്ന ആളുകളാണ്. അതായത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഒന്നും ശരിയായില്ല, ഞങ്ങൾ അവിടെ കണ്ടിരുന്നു എന്ന് പറയുന്ന ആളുകളാണ്. സത്യത്തിൽ അന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ RSSനെക്കാളും ജമാഅത്ത് ഇസ്ലാമി അവിടെ പിടിച്ചാണ് കോൺഗ്രസ്. ആ നിലപാടിൽ ഇപ്പോൾ ഈ അടുത്ത കാലം വരെ വലിയ മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അന്ന് നിലപാടെടുത്തത് സത്യമാണ്. ഇപ്പോൾ അവർ തെറ്റായിരുന്നു എന്ന് അവർക്ക് തോന്നിയതിൻ്റെ പ്രശ്നമായിരിക്കാം ഇപ്പോൾ അന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്. പറഞ്ഞാലും ഇല്ലെങ്കിലും എന്തൊക്കെയാണ് നടന്നതെന്നും ഏത് രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ പോയതെന്നും ഏതൊക്കെ രീതിയിലാണ് പ്രസ്താവനകൾ തമ്മിൽ ഭയങ്കര സാദൃശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ഇന്നുള്ള പിള്ളേർക്കാണെങ്കിൽ പത്രം നോക്കുന്ന സ്വഭാവം അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ഇറ്റ്. നമുക്കൊക്കെ അറിയാം. ഏതായാലും ശ്രീ എൽ അജിത്ത്, CPM വല്ലാത്തൊരു ഒരു സിറ്റുവേഷനിൽ പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? കാരണം അവർക്ക് ഇതിനു മുൻപ് ഇത്തരത്തിൽ അവർക്ക് വിശദീകരണം കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഇങ്ങനെ വിശദീകരണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും ഈ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന, ഇപ്പോൾ VV പ്രകാശിൻ്റെ വീട് സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവർ ഉയർത്തിക്കാട്ടുകയാണ്, എന്തുകൊണ്ട് അവിടെ പോയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകുന്നു. അതായത് സ്വരാജ് VS അച്യുതാനന്ദൻ്റെ അനുഗ്രഹം വാങ്ങിയില്ല എന്നുള്ളൊരു വിഷയം ചിലരൊക്കെ ഉയർത്തി കാണിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കാര്യം അവർ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ഈ ആരോപണം പ്രത്യാരോപണം വിവാദം ഇങ്ങനെ ഉള്ള ഒരു ചുഴലിക്കാറ്റിൽ പെട്ട് ഇങ്ങനെ കറങ്ങുകയായിരുന്നു CPM നിലമ്പൂരിൽ. ഇതിനകത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ EMSൻ്റെ ഒരു വാക്കും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. നേരത്തെ ഫക്രുദ്ദീൻ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സാധാരണ രീതിയിൽ EMSനെയൊക്കെ നമ്മൾ നിരവധി വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ കേരളം എപ്പോഴും CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചിന്തകൾ ആര് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യിക്കുമെന്നുള്ളതിന് സൈദ്ധാന്തികപരമായിട്ട് ക്വസ്റ്റ്യൻ ഇടുകയും അതിന് ആൻസറും അദ്ദേഹം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം കേരള സമൂഹം, കേരളത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം എന്നല്ല മാത്രവും അതിലുപരി രാഷ്ട്രീയ കേരളം ചിന്തിച്ചിരുന്നത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന EMSനെയാണ്. ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്നപ്പോൾ ഇത്തരം സൈദ്ധാന്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം വളരെ മാനുഷികമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വളരെ സരളമായി കാര്യങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാവർക്കും അപ്രോച്ചബിളുമായിരുന്നു. ഇപ്പോൾ MV ഗോവിന്ദൻ വന്നപ്പോഴേക്കും പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ, ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കേണ്ട സൈദ്ധാന്തികവും പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹത്തിന് എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പരസ്യമായ ഒരു പാർട്ടി സെക്രട്ടറിയെ തിരുത്തുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തിരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം അത്രയധികം ബ്ലേറ്റൻ്റായിട്ട് ഞങ്ങൾക്ക് സംഘപരിവാറുമായിട്ട് പഴയ ജനസംഘവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. എന്നിട്ട് അത് മുഖ്യമന്ത്രി തന്നെ അത് പറയുന്നു. ജനസംഘ് കൂടെ ലയിച്ച് ചേർന്ന ജനതാ പാർട്ടിയിൽ ഞങ്ങൾ ചേർന്നിട്ടില്ല എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ സഖ്യവും ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഇതൊരു സെൽഫ് ബിട്രയലാണ്. ഇപ്പം തന്നെ അത് കൃത്യമായിട്ട് ഇത് പറയുന്നു. പക്ഷേ ഇതിൻ്റെ പ്രസക്തി ഇപ്പോൾ ലിയോ ചോദിച്ചത്, ഇന്നിപ്പോൾ വോട്ടിംഗ് തീർന്ന സമയത്ത് ഇത് വരുമ്പോൾ ഇന്നലെ ഇത് പൊട്ടിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ കഷ്ടിച്ചൊരു 5 ദിവസത്തിന് മുമ്പ് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ ഒന്നിച്ച് കാണണം. രാഷ്ട്രീയമായിട്ട് ഇത് ബോധപൂർവം രണ്ടുപേരും പാർട്ടി സെക്രട്ടറി ലെവലിലും മുഖ്യമന്ത്രിയുടെ ലെവലിലും വന്നിരിക്കുന്നു. ഇതിന് കാരണം അവർക്ക് ആദ്യമേ തന്നെ സ്വരാജിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ കാലത്തെ CPMൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ സ്വതന്ത്രന്മാരെ വെച്ച് മത്സരിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ അൻവർ പോലും സ്വതന്ത്രനായിരുന്നത്. അപ്പോഴും നമ്മുടെ സ്വരാജ് അവിടെ ഉണ്ടല്ലോ, അവിടെ ജനിച്ചു വളർന്ന ആളല്ലേ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സ്വരാജിന് സ്ഥാനമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് സ്വരാജിനെ ചിഹ്നത്തിൽ മത്സരിക്കാൻ നിർത്തുമ്പോഴും അവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതിന് തെളിവാണ് ഏതെങ്കിലും രീതിയിൽ വർഗീയ കാർഡുകൾ ഇറക്കി എങ്ങനെയെങ്കിലും പിടിക്കാം, എത്ര വോട്ട് സമാഹരിക്കാം എന്നുള്ളതിന് 2 തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്നുള്ള വിശേഷിപ്പിച്ച. അങ്ങനെ വരുമ്പോൾ കടുത്ത തീവ്രവാദ താല്പര്യമുള്ള ഇസ്ലാമിക സംഘടനകളുടെ വോട്ട് കിട്ടും എന്നത് അദ്ദേഹം ലക്ഷ്യം വെച്ചു എന്ന് നമുക്ക് വായിച്ചു പറയേണ്ടിയിരിക്കുന്നു. അത് പറഞ്ഞാൽ അത് തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2, ഇപ്പോൾ അപ്പോഴേക്കും കടുത്ത തീവ്രവാദ സ്വഭാവമുള്ള ഹിന്ദുക്കളുടെ വോട്ട് എവിടെ പോകും? കൃത്യമായിട്ടും ഇസ്രായേലിന് എതിരെ പറയുമ്പോൾ, മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറയുമ്പോൾ ഹിന്ദുക്കൾ തിരിയും. ഹിന്ദുക്കളുടെ വോട്ട് CPMന് കിട്ടേണ്ടിയിരുന്നത് നഷ്ടപ്പെടും. അങ്ങനെ ഒരു സംഭവം വന്നു. അതുപോലെ തന്നെയാണ് അവിടുത്തെ മൈഗ്രൻ്റ് ആയിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടും അവിടെ നിന്നും അറിയും.
ഈ പാർട്ടിക്ക് എതിരായി മാറുന്നു. അങ്ങനെ ഒരു അത് കാരണം കൃത്യമായ ഇവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നില്ല, ഇവർക്ക് കൃത്യമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ല. ഫീൽഡ് ചെയ്യാൻ എന്തായാലും സ്വരാജ് നാട്ടുകാരനാണല്ലോ എന്നുള്ളൊരു തീരുമാനം എടുത്തു എന്ന് മാത്രമല്ല, ഇവർക്ക് കൃത്യമായിട്ട് ഈ അൻവറിന് കിട്ടുന്ന ആ സപ്പോർട്ട് ഇവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്ക് കിട്ടിയിരുന്ന സ്വതന്ത്രൻ എന്ന് പറഞ്ഞ് കിട്ടിയിരുന്ന 2 തവണ കിട്ടിയ ആ സീറ്റ് നിലനിർത്തുക വേണ്ടി വല്ലാതെ പടപ്പെടുകയായിരുന്നു അവർ. അതാണ് അവിടെ നമ്മൾ കണ്ടത്. അതെ, തീർച്ചയായിട്ടും. അല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ UDF വളരെ ശക്തമായി വർക്ക് ചെയ്തു. അതുപോലെ തന്നെ CPM സ്വാഭാവികമായും അവരുടെ സംഘടനാ സംവിധാനം വെച്ച് ശക്തമായ വർക്ക് അവിടെ ചെയ്തു. റിയാസ് തന്നെ ആ കാര്യത്തിനൊക്കെ തന്നെ ഒരു കോർഡിനേഷൻ വഹിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിയാസ് അതുപോലെ തന്നെ സ്വരാജ്, ഇരുവരും തമ്മിൽ നമുക്കറിയാം പണ്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ടുപേരും 2 ചേരിയിലാണ്, 2 തട്ടിലാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് റിയാസ് അവിടെ വരികയും ഈ പ്രചാരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. CPM ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജയമോ തോൽവിയോ അതെന്തുമായിക്കോട്ടെ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു ചേരി തിരിവിൻ്റെ ലക്ഷണമാണോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. റിയാസും സ്വരാജും തമ്മിൽ അങ്ങനെ പ്രശ്നമില്ല. എനിക്ക് സ്വരാജിനല്ലേ പറഞ്ഞു, റിയാസിനെ എനിക്ക് അന്നേരം അറിയാം, നമ്മളെ നേതാവായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമൊന്നും അവരെ ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഒരേ ജനറേഷനിൽപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർ തമ്മിലൊരു ചെറിയ ആരോഗ്യകരമായ മത്സരം ഉണ്ട്. അതെല്ലാ JKGMS ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് അടിപിടിയിലേക്കോ അങ്ങനെ ഇലക്ഷനെ തോൽപ്പിക്കലേക്കോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇലക്ഷനിൽ തോൽപ്പിക്കലേക്കൊന്നും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലൊന്നും ആ പാർട്ടിയിലോട്ട് നിൽക്കാനും പറ്റില്ല. അല്ലെങ്കിൽ മോളെന്ന് വിചാരിക്കണം എന്നാൽ ഇലക്ഷൻ തോറ്റു കൊടുത്തേക്കാം. അതല്ലാതെ താഴെത്തട്ടിൽ കോൺഗ്രസ് പോലെ വിചാരിച്ച ഒരാൾക്ക് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇത് അങ്ങനെ ഒരു അത്തരം ഒരു റിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷേ. അല്ല, ഇത് ഏതെങ്കിലും തരത്തിൽ, കാരണം ഇപ്പോൾ വല്ലാണ്ട് ഒരു മൂല്യച്യുതി CPM ബാധിച്ചിരിക്കുന്നു എന്ന് പലരും പറയുകയാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഈ വർഗീയ പ്രീണനം നടത്തിക്കൊണ്ട് ഒരാൾ മറുവശത്ത് നിൽക്കുന്നു, ഒരാൾ ഇക്കൂട്ടരെ ലക്ഷ്യമിടുന്നു. അപ്പോൾ എല്ലാവരുടെയും വോട്ട് തങ്ങൾക്ക് വേണം, അത് നേരാൻ വഴിയിലല്ല, ഒരു വളഞ്ഞ വഴിയിലൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നു. ഒരിക്കലും CPM ഇത്തരത്തിൽ ഒരു രീതി കണ്ടിട്ടില്ല. അതാണ് ഈ കാലത്തിനനുസരിച്ച് മാറുന്നതാണോ? ലിയോ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് മൂല്യച്യുതി വന്നെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. കാരണം ഷാജാനോട് ചോദിച്ചോ, ഷാജാൻ പറഞ്ഞുതരും. നിങ്ങളൊക്കെ ഭയങ്കര RSSനെ പറ്റി പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖരനെ പ്രൊമോട്ട് ചെയ്യുന്നു. സംഭവം എന്ന് വെച്ചാൽ മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മുമ്പ് അവിടെ കോൺഗ്രസ് CPM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BJP ഒരു സംഭവമായിരുന്നില്ല. ഏഷ്യാനെറ്റിൽ ആദ്യകാലത്ത് ചെറിയാൻ ഫിലിപ്പിനെ ചർച്ചയ്ക്ക് വിളിക്കും, ഗോവിന്ദ പിള്ളേനെയും ചർച്ചയ്ക്ക് വിളിക്കും. BJPക്കാരെ വിളിക്കില്ലായിരുന്നു. എന്നോട് ചെറിയാൻ തന്നെ വന്നതാണ്. ചെറിയാനോട് ചോദിച്ചത് ഇവരിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇപ്പം എന്താ സമയം BJP ഒരു റിയാലിറ്റിയായി, രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി, കേരളത്തിൽ 20% വോട്ടായി, ഒരു MP ആയി, നിയമത്തിൽ ഒരു MLA ഉണ്ടായിരുന്നു. അവരെ തമ്മിൽ അടിയില്ലെങ്കിൽ ഒരു 5 MLA എങ്ങനെ അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അവരെ പറ്റി ചർച്ച ചെയ്യുന്നു, സ്വാഭാവികമാണ്. അത് മൂല്യച്യുതിയാണ്. അല്ല, അതുപോലെ കാലം മാറി. സോവിയറ്റ് റഷ്യ ആയിരുന്നു ഇവരെയൊക്കെ സ്വപ്നം, അതൊരു വൈക്കായി. ചൈന ക്യാപിറ്റലിസത്തിൽ ലോകത്തിലെ 2ാമത്തെ ശക്തിയായി. $14 ട്രില്യൺ അവരുടെ GDP. അത് കഴിഞ്ഞ് വിയറ്റ്നാം ഫാഷൻ TVക്ക് സ്വന്തമായി ലോഞ്ചിങ് പാടുള്ള ഏഷ്യൻ രാജ്യങ്ങളിലൊന്നാണ്. ഫാഷൻ TV അറിയാലോ, ഈ പറയുന്ന വിയറ്റ്നാം. പിന്നെ നോർത്ത് കൊറിയയാണ് ഈ പറയുന്ന കമ്മ്യൂണിസം കൊണ്ടാണ്. അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത്, കമ്മ്യൂണിസം ഒന്നുമല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഇപ്പം പുത്രനാണ്. അത്രയേ ഉള്ളൂ. ക്യൂബ പ്ലീസ് ഞങ്ങളെ ക്യാപിറ്റലിസ്റ്റ് ശരി ഉൾപ്പെടുത്തുമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങയുടെ അനിയൻ ആരെ, നമ്മുടെ ഫിദൽ കാസ്ട്രോയുടെ ഇടുന്ന എന്തൊരു കപ്പലൊക്കെ എടുത്ത് പോയില്ലായിരുന്നു അയാളുടെ അനിയൻ. ഇതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ പുതിയ ലോകത്തെ ക്യാപിറ്റലിസത്തിന് തൽക്കാലം ഒരു ബദലില്ല എന്ന് അവർ മനസ്സിലാക്കി അതുമായിട്ട് അവർ കൺവേഴ്സ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അത് നിങ്ങൾക്ക് മൂല്യച്യുതിയായി തോന്നുന്നതാണ്. അതായത് വെറുതെ ലിയോയുടെ അച്ഛനെ ചായ കണ്ടിട്ട് അതിൻ്റെ മുന്നിൽ എവിടുന്നോ കടമ അടിച്ചിട്ടായിരിക്കും ഒടിയും പിടിച്ചിരിക്കുന്ന അവരുടെ സ്റ്റൈൽ. ഇന്നാലോചിക്കും നമുക്ക് നൊസ്റ്റാൾജിയായി തോന്നും. ഇതൊരു സംഭവമായിരുന്നു. അല്ല, ഓക്കെ, നമ്മളിപ്പോൾ ഈ നിലമ്പൂരിലേക്ക് നമ്മൾ വരികയാണ്. നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അവസാന ദിവസങ്ങളിൽ മാത്രമാണ് ജനങ്ങളുടെ ആവശ്യമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. അൻവർ ഒരു ഫാക്ടർ അല്ലേ എന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ആണ് എന്ന് ഒടുവിൽ പറയേണ്ടി വരികയാണ് പലർക്കും. അൻവർ കുറച്ചധികം വോട്ട് പിടിക്കും, അത് ആർക്ക് ദോഷം ചെയ്യും, ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യവും ഇപ്പോൾ വിലയിരുത്തപ്പെടുകയാണ്. എന്ത് തോന്നുന്നു ആ കാര്യത്തിൽ? അൻവർ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ CPMൻ്റെ ഒരു സ്വതന്ത്ര MLA ആയിരുന്ന 9 വർഷത്തെ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിട്ട് അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായിട്ട് കൊണ്ടു നടന്ന കുറേ പേരുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പേരുകൊണ്ടെങ്കിലും വിശ്വാസം കൊണ്ടെങ്കിലും ഒരു സമുദായമുണ്ട്. ആ സമുദായത്തിൽ നിന്നും ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ സമുദായത്തിലെ അംഗങ്ങൾ, ഇദ്ദേഹം കൊണ്ടു നടന്ന അല്ലെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് സന്തത സഹചാരികളായിരുന്ന കുറച്ച് വോട്ടേഴ്സ് അദ്ദേഹത്തിന് ഇപ്പോഴും കാശ് കൊടുത്ത് നിലനിർത്തുന്നത് ഉണ്ടെങ്കിൽ
അവരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുള്ളൂ. അത് പക്ഷേ എത്രത്തോളം നിർണായകം ആകുമെന്നുള്ളത് ജയിക്കുന്ന പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന് അത് ചിലപ്പോൾ കുറച്ച് കൗണ്ടബിളായിരിക്കും. പിന്നെ അത് അൻവർ മാത്രമല്ല, നമ്മൾ ബി ജെ പി യഥാർത്ഥത്തിൽ ഒരു മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയെന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു ആശ്വാസം നൽകുന്നൊരു സാധനമാണ്. നമുക്ക് പക്ഷേ മോഹൻ ജോർജ് എത്രത്തോളം അങ്ങനെ ബി ജെ പിയുടെ വോട്ട് അവിടെ പിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടു തന്നെ അറിയാം. എത്ര കെട്ടിവെച്ച കാശെങ്കിലും കിട്ടിയാൽ അഭിമാനിക്കാവുന്നൊരു സാഹചര്യമാണ് നമ്മളവിടെ കാണുന്നത്. പി വി അൻവറിൻ്റെ സ്വാധീനം ആ രീതിയിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറായിട്ട് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ മത്സരത്തിൻ്റെ അതിൻ്റെ അവസാന ലാപ്പിലുള്ള പ്രചരണം വന്നപ്പോൾ അൻവർ ഒരു 10,000-15,000 വോട്ട് പിടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 10,000 വോട്ട് പിടിച്ച് 10,000 വോട്ടൊക്കെ പിടിക്കാൻ അൻവറിന് അത്രയധികം ശേഷി, ഇപ്പോൾ അദ്ദേഹം അത്രയധികം പണമൊക്കെ മുടക്കിയത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡു ഓർ ഡൈ അവസരമാണിത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി അത് ചെയ്യും. 10,000 വോട്ടെങ്കിലും പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് അദ്ദേഹം പണം മുടക്കി. അദ്ദേഹത്തിന് ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു പരിഗണന UDF നിന്ന് കിട്ടാമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തി, അദ്ദേഹം തന്നെ നഷ്ടപ്പെടുത്തി. അദ്ദേഹം തന്നെ സ്വയം നഷ്ടപ്പെടുത്തിയതാണ്. കാരണം അവർ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ബർത്താണ് അവർ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന് ഓഫർ ചെയ്തത്. അത് ഏറ്റവും നല്ലൊരു മെമ്പർഷിപ്പാണ്. കാരണം അത് UDF പഴയ നേതാക്കന്മാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കരുണാകരനും ഉമ്മൻചാണ്ടിയും, അവരൊക്കെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞർ. അവർ അവസാന സമയത്ത് ചിലപ്പോൾ ഓഫർ ചെയ്യുമായിരുന്ന ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആദ്യമേ തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് സണ്ണി ഇവരെല്ലാം കൂടെ ഓഫർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നല്ല ഓഫറാണ്. ഏറ്റവും നല്ല ഒരു സാഹചര്യം, ഒരു അക്കോമഡേഷനാണ് അൻവറിന് അവർ ഓഫർ ചെയ്തത്. പക്ഷേ അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി എന്ന് വേണമെങ്കിലും കരുതേണ്ടത്. അതെ, ഇതിപ്പോൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ UDF കാര്യം എടുക്കുമ്പോൾ UDF ആദ്യം കുറേയേറെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് ഈ അൻവറിൻ്റെ വിഷയത്തിൽ ഉയർന്നു വന്ന ആശയക്കുഴപ്പമാണ്. പക്ഷേ അതിനുശേഷം അവർ അത് മേക്കപ്പ് ചെയ്തെന്ന് തോന്നുന്നു, അല്ലേ? UDF ആ ഒരു പ്രചരണവും അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങളുമൊക്കെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിലമ്പൂരിൽ? അല്ല, അതവരെ UDF ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അൻവർ വന്നത് തന്നെ UDF ബാധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അൻവർ വന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾ വേറെ തീയതി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെവിടെ വരെ പോകുന്നു. പിണറായിയുടെ അവർക്ക് കിട്ടാവുന്ന മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ പ്രകടിപ്പിക്കണം. കൃത്യമായി അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടുത്തെ കുടിയേറ്റ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം പന്നിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ തീയതി പന്നീൻ്റെ മുകളിലുള്ള അതിൻ്റെ മുകളിൽ വെച്ചാൽ വലിയ പ്രശ്നമാണ്. പന്നീൻ്റെ മുകളിൽ വെച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ ഈ മുസ്ലിം വോട്ടുകളിൽ, കാരണം മുസ്ലിം വോട്ടുകൾ നിങ്ങൾ ഈ മലബാറിൽ ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടന്ന പാവപ്പെട്ട ചേരികളിലൊക്കെ മുസ്ലിംസിൻ്റെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുള്ള ഏജന്റുമാരാണ് പലരും. ഇവർ കുടുങ്ങി കഴിഞ്ഞാൽ ഈ വലിയ വലിയ മുതലാളിമാരൊന്നും തിരിഞ്ഞു നോക്കില്ല പിന്നെ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ധൈര്യവും ഉയർത്തുന്നത്. അപ്പോൾ ഇയാൾ ഗഡ്സുള്ള ഒരാളെന്ന് ഇയാൾ ആരും പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ നിൽക്കുന്നുണ്ടെന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണത്തിനുപരിയായിട്ട് ഇങ്ങനെ ഒരു ഇമോഷണൽ കണ്ടന്റ് അവിടെ ചിലപ്പോൾ അതില്ല അൻവർ സ്പർശിച്ചെന്ന് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ച 2 മുന്നണികളും ജനത്തിന് വെറുപ്പുണ്ട്. അത് എസ്പെഷ്യലി പുതിയ കുട്ടികൾക്കും ഒക്കെ തന്നെ ഒന്നും പോകുന്നില്ല, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ അല്ലേ എന്നുള്ളത്. ഒരു മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് വേണ്ടി ജനം ഒത്തിരി മിഡിൽ ക്ലാസ് ആഗ്രഹിക്കും. എന്നാൽ അങ്ങനെ ഒന്നും വരാതിരിക്കും. BJP മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് കാണാൻ മടിയുള്ളൊരു സംഭവമാണ്. ഇപ്പം രാജീവൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും നമുക്കറിയില്ല. അത് രാജീവ് അതിനുള്ള പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏതായാലും അങ്ങനെ സംഭവമുണ്ട്. അവിടെ ഇങ്ങനെയുള്ള വ്യക്തികൾ, സാബു ആ പഞ്ചായത്തിൽ സാബു നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില വ്യക്തികൾക്ക് ഒരു ഗഡ്സും കൂടി വേണം. സാബുവിന് ഗഡ്സുണ്ട്, അൻവറിന് ഗഡ്സുണ്ട്. ഒരു നവീൻ ബാബു ആരൊന്ന് എറണാകുളത്ത് എന്തോ ബീഫൊക്കെ വെച്ച് തുടങ്ങിയെന്നല്ലോ, അതിന് ഗഡ്സ് ഇല്ല. പോലീസ് രാഷ്ട്രീയം നമ്മൾ പിന്നെ അയാളെ കേട്ടതേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീരപ്പൻ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ തമിഴ്നാട്ടിൽ ശ്രീലങ്ക തോക്ക പിടിച്ച LTTയുടെ വെലുപ്പുള്ള പകനെ ഇന്റർവ്യൂ ചെയ്ത് ഉണ്ടായിരുന്നല്ലോ. അതായത് നിങ്ങളെ ജേർണലിസ്റ്റ് അനിത വന്ന് നല്ല വോട്ടൊക്കെ പിടിച്ചു. പക്ഷേ അനിത പെട്ടെന്ന് MP ആകാൻ പറ്റുമോ? പിന്നെ അനിത ആ ഏരിയ കണ്ടില്ല. ബെൻസിൽ വന്ന ഓട്ടോറിക്ഷ അനിത പിന്നെ ബോയിങ് പിടിച്ചു പോയി. അപ്പോൾ അതായിരുന്നു അതിൻ്റെ സ്ഥിതി. അപ്പോൾ ആ ഒരു സ്പേസിനെ അഡ്രസ്സ് ചെയ്യാവുന്ന ആളുകൾക്ക് കുറച്ച് വോട്ടുകൾ കിട്ടാറുണ്ട്. അത് ഒരു ട്രെൻഡുമാണ്, മാറുന്ന ട്രെൻഡ് കൂടിയാണ്. കമ്മ്യൂണൽ വോട്ട് കഴിഞ്ഞാൽ മലയാളി ചിന്തിക്കുന്ന പണ്ടത്തെ പോലെ പാർട്ടി വോട്ടുകളല്ല, ഇൻഡിവിജ്വൽ വോട്ടുകളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മളെ ജനറേഷൻ കൊണ്ട് പാർട്ടി വോട്ട് തീരും. അപ്പോൾ ഇൻഡിവിജ്വൽ വോട്ട് അത് അദ്ദേഹത്തെ അൻവറിന് ഒരു പക്ഷേ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അല്ല, നമ്മൾ UDF വരുമ്പോൾ UDF ഒരു നീക്കം അവരുടെ പരമ്പരാഗത വോട്ടുകൾ അവരുടെ കീശയിലാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ? അതുണ്ട് തോന്നുന്നു. ഒന്ന്, മുസ്ലിങ്ങളുടെ UDF LDF നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവിടെ ആ സ്പേസ് BJPക്ക് കയറും. ക്രിസ്ത്യാനികൾക്കും കുറേയൊക്കെ BJP എന്നാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോലും BJP വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന നിലയമേലും കിട്ടുന്നൊരു പേടിയുണ്ട്. കാരണം എന്നോടൊരു ലാറ്റിൻ കത്തോലിക്ക അച്ഛൻ തന്നെ വന്ന കാര്യമുണ്ട്. നമ്മളെ വോട്ടൊന്നും അവർക്ക് വേണ്ടാന്ന്, നമ്മളൊന്നും വിലയില്ല.
ഉത്തരേന്ത്യയിലെ ഗൾഫിൽ അദ്ദേഹം പറഞ്ഞത്. കാരണം വോട്ട് ബാങ്ക് എന്നുള്ളതാണ് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അവർക്കത് വേണ്ടെന്ന്, അവർക്ക് ഹിന്ദുക്കളെ വോട്ട് മാത്രം മതി. കേരളത്തിൽ മാത്രം ഇത് 50% ഉള്ളതുകൊണ്ട് കുറച്ച് വോട്ട് വേണം. അപ്പോൾ ആ ഒരു പേടി ഇപ്പോഴും എന്തുണ്ട്, ഉള്ളിലുണ്ട്. അപ്പോൾ കോൺഗ്രസോ ബി ജെ പിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJP LDF എന്ന് വെച്ചാൽ LDFിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ആണ് അവർ പ്രിഫർ ചെയ്യുക, എസ്പെഷ്യലി പഴയ ജനറേഷൻ. പുതിയ ജനറേഷൻ അങ്ങനെയല്ല കേട്ടോ, അവർക്ക് മോഡിനെ രാജീവിനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ രാജീവിനും ഇഷ്ടമാണ് ഈ ടെക്നോക്രാറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു തവണയും കൂടി UDF ഈ ഇലക്ഷൻ തോറ്റാൽ പിന്നെ UDFിൻ്റെ കാര്യം ഊഞ്ഞാലാവും. മനസ്സിലായില്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവും, പിന്നെ അത് നിയമസഭ. ഈ നിലമ്പൂർ അവർക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്ററായി മാറുമോ? അങ്ങനെ അത് ജയിക്കേണ്ട സാധ്യത ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ആവശ്യമായി. പണ്ട് ഇപ്പം ഞങ്ങൾ മുസ്ലിങ്ങൾ പണ്ടത്തെ പോലെ മണ്ടന്മാരെന്നല്ല. സീതിയാജി തന്നെ നല്ല വിവരമുള്ള ആളായിരുന്നു. കാരണം അയാൾ തമാശ ഒന്നും നോക്കണ്ട, കടലിൽ മരമുള്ളതുകൊണ്ടാണോ. അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ UDF പോയി കഴിഞ്ഞാൽ അതിന് പകരം ആരാണ് വരാം? ആര്യാടനെ അവർക്ക് ഇഷ്ടമൊന്നുമില്ല. എന്തുകൊണ്ടറിയോ? ആര്യാടനൊക്കെ നമ്മളെയൊക്കെ ടൈപ്പ് ഒരു പ്രോഗ്രസീവ് മുസ്ലിമാണ്. ഈ പ്രോഗ്രസീവ് മുസ്ലിങ്ങളെ നമ്മളെ ഈ യാഥാസ്ഥിക മുസ്ലിംസിന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് ജയിക്കണമെന്ന് ഇപ്പോൾ അവർക്കുണ്ട്. അതാണ് എൻ്റെ കാര്യം. അത്തരത്തിൽ ഒരു ചിന്ത അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നതായി തോന്നുന്നുണ്ടോ? കാരണം UDF ബാഡ്ലി നീഡ്സ് ഒരു ജയം. അവർക്ക് വളരെയേറെ അവർ ആഗ്രഹിക്കുകയാണ്. അവർ അത്രയേറെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ റിപ്പോർട്ടേഴ്സ് അതാണ് പറയുന്നത്. കാരണം ഇനി പരസ്പരം പഴിചാരി തമ്മിലടിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അല്ല, അത് അവർ കൃത്യമായിട്ട് അവർക്ക് അത് ഭയമുള്ളൊരു കാര്യമാണ്. കാരണം തുടർഭരണം പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ അപ്പോൾ തന്നെ അവരുടെ മുന്നണിയിൽ വളരെയധികം വീക്കനായി. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ BJP സർക്കാർ അവർ തന്നെ വീണ്ടും മൂന്നാമത് ഒരു തുടർഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യം വരുമ്പോൾ ഒരിക്കലും ഭയങ്കര വല്ലാത്ത ഭയത്തിലാണ് കോൺഗ്രസ്സുകാർ. കേരളത്തിലെങ്കിലും ആ ശക്തമായ ഇത് നിൽക്കണം. ഞാനിത് മുമ്പ് വ്യക്തിപരമായിട്ട് തന്നെയുള്ള ബന്ധം കാരണം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ്, നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ, ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആംബിയൻസിൽ ഈ ഫാബ്രിക് നിലനിൽക്കാൻ UDFും LDFും അത്യന്താപേക്ഷിതമാണ്. അവിടെ രണ്ടിലേതെങ്കിലും പാർട്ടിക്ക് മുന്നണിക്ക് അപജയം സംഭവിച്ചാൽ അവിടെ ആ ഗ്യാപ്പിലേക്ക് കയറുന്നത് RSSകാരായിരിക്കും. ഏതുപോലെ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഗോവയെ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ ലത്തീൻ കത്തോലിക്കരുടെ 36% ലത്തീൻ കത്തോലിക്കർ ആരാണിപ്പോൾ? എല്ലാം BJPക്കാരാണ്. അവിടുത്തെ നേതാക്കന്മാരെല്ലാം കറപ്റ്റായിരുന്നു. കോൺഗ്രസ്സുകാരായിരുന്ന നേതാക്കന്മാർ കറപ്റ്റായിരുന്നിട്ടാണ് അവരെല്ലാം BJPയിലേക്ക് പോയി. അമിത്ഷായുടെ തന്ത്രമുണ്ടല്ലോ, ഈ റെയ്ഡ് നടത്തുക, ED വിടുക, അത്തരത്തിലേക്ക് അവരെല്ലാം ഭീഷണിപ്പെടുത്തി തോക്കും മുന്നിൽ നിർത്തിയപ്പോഴേക്കും അവരെല്ലാം RSSകാരായിട്ട് മാറിയൊരു സാഹചര്യമുണ്ട്. ഇവിടെയും കേരളത്തിലെ ബിഷപ്പുമാർ ലത്തീൻ കത്തോലിക്കർ പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത സീറോ മലബാറും മലങ്കരക്കാരുമായിട്ടുള്ള ബിഷപ്പുമാരെല്ലാം മാർപ്പാപ്പയുടെ കൈമുത്താനല്ല പോയത്, മോഡിയുടെ കൈമുത്താനാണ് പോയത്. എന്താ കാര്യം? അവർക്കൊക്കെ പലതും ഒളിക്കാനുണ്ട്, സാമ്പത്തികമായ പല കാര്യങ്ങളും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റില്ല, ചാൻസ് എടുക്കാൻ പറ്റില്ല. അവർക്ക് ഇത് ജയിച്ചേ പറ്റുള്ളൂ. 2026 തെരഞ്ഞെടുപ്പ് ജയിച്ചേ പറ്റുള്ളൂ. 5 കോർപ്പറേഷനിലും 3 പിടിച്ചേ പറ്റുള്ളൂ. ഈ ഉടനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ 3 കോർപ്പറേഷൻ പിടിച്ചെങ്കിലും പറ്റുള്ളൂ. എങ്കിലേ അവർക്ക് മറ്റ് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഫിഡൻസോടുകൂടി ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോഴത്തെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് അകം പുറം ഇറങ്ങി നിന്ന് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു വളരെ വ്യക്തമായിട്ട്. എന്നിട്ട് സതീശൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, പരാജയം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനെടുത്തു, വിജയം ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നമാണ്. അവരിലിപ്പോൾ എല്ലാവരും സ്വരച്ചേർച്ചയോടുകൂടി ഒന്നിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് ഇന്നോവേറ്റീവ് കേരള സമൂഹത്തിനും ആവശ്യമാണ് LDFും UDFും. അപ്പോൾ പക്ഷേ കോൺഗ്രസ്സിനാണ് കൂടുതൽ സാധ്യത ആളുകൾ കൊടുക്കുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അപ്രമാദിത്വവും അത് കഴിഞ്ഞ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ, നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ വ്യക്തികൾ എന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തി എന്ന് പറയുന്നതിൽ നമ്മുടെ പൂർണ്ണ സ്വരാജ് കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് അവിടെ വോട്ടേഴ്സ് കുറേയെങ്കിലും മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വരാജിൻ്റെ ബോഡി ലാംഗ്വേജും ഈ പറഞ്ഞ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മുമ്പ് അഭിപ്രായം പറയാൻ ഉള്ള ആവേശം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ത്വര ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അതങ്ങനെ ഒരു ആളുകളെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. അതവിടെ ബാധിക്കും എന്നുള്ളതാണ്. ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ ഒരു വലിയ
പ്രസക്തമായൊരു കാര്യമുണ്ട്. യു ഡി എഫിൻ്റെ ഐക്യം സംബന്ധിച്ചുള്ള കാര്യം ഇപ്പോൾ ശ്രീ എൽ അജിത്ത് പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ഓരോരുത്തർക്കും കൊടുത്ത ചാർജൊക്കെ എല്ലാവരും നന്നായിട്ട് നിർവഹിക്കുകയും ചെയ്തു. ഇനി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഡെസ്പറേറ്റ് ആയിട്ട് കുറച്ച് വിജയങ്ങൾ വേണം. അതായത് ഇപ്പോൾ പറഞ്ഞ 3 കോർപ്പറേഷൻ ജയിക്കണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം ഇടതിൻ്റെ ഒരു അപ്രമാദിത്വം കാണുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ കേരളത്തിലുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ അവിടേക്ക് ഒരു ഇളക്കം തട്ടിക്കാൻ സാധ്യതയുണ്ടോ? ഇടതിൻ്റെ കോട്ടകൾ ഇളക്കാൻ യു ഡി എഫിന് സാധിക്കുമോ ഈ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ? ഒന്നും തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഈ ബൈ ഇലക്ഷൻ പഞ്ചായത്തിൽ നടക്കുന്ന സമയത്ത് എല്ലാം തന്നെ എൽ ഡി എഫിന് ഒരു സീറ്റിനെങ്കിൽ LK എൽ ഡി എഫിനാണ്. ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നല്ലോ. അപ്പം വെള്ളനാട് പിന്നെ ഡിവിഷനിൽ LDF ആണ് വന്നത്. UDF ആളായിരുന്നു അദ്ദേഹം, കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തെ വിളിച്ച സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ എന്താ CPM ഒരു അസറ്റ് എന്ന് വെച്ചാൽ അവിടെ ബോയ് നെക്സ്റ്റ് ഉണ്ടോ ദിലീപ് ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. അവിടുത്തെ അല്ല സത്യൻ അന്തിക്കാട് സിനിമയിലെ മോഹൻലാലായിരിക്കും സ്ഥാനാർത്ഥി. കോൺഗ്രസ് തന്നെ ഏരിയ കാണുകയില്ല. അപ്പോൾ ഒരാൾ പിന്നെ ഒരു 15 മരിച്ചു കഴിഞ്ഞാൽ ശവണക്കുന്ന സമയത്ത് കോൺഗ്രസ് തന്നെ എത്തും. CPM രാവിലെ വിളിച്ച് ചേച്ചി എന്ന കാര്യങ്ങൾ അങ്ങനെ പള്ളിയിൽ വന്നപ്പെടും. പണ്ടേ പള്ളി പറഞ്ഞു, അപ്പം പള്ളിയൊക്കെ ഭയങ്കര അടുത്താണ്, അച്ഛനൊക്കെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ ഒക്കെ വിളിച്ച് ശരിയാക്കി കൊടുക്കും. അപ്പോൾ ഇതാണ് അവരുടെ ഈ സംഘടനാ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഭീകരമായൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു താഴെ തട്ടിലുള്ളവർക്ക് കൃത്യമായി ജനങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതവർക്ക് ഇവിടെ കുന്നുകുഴി മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ എനിക്കറിയില്ല, ഒരു കൗൺസിലറെ പറ്റി കേട്ടിട്ടുണ്ട്. അവർ രാവിലെ സ്കൂട്ടർ എടുത്ത് തുടങ്ങും, എല്ലാവരും പോയി കാണും. കുന്നുകുഴിന്നൂടെ CPM ഓഫീസ് നിൽക്കുന്ന അവിടെ ഉള്ള പിന്നെ കോർപ്പറേഷൻ ഡിവിഷൻ ഉണ്ടല്ലോ, അടുത്ത പഞ്ചായത്ത് മെമ്പർ ലേഡി ഉണ്ട്, അവരെ പറ്റി പറഞ്ഞു. പുഷ്പ രാവിലെ സ്കൂട്ടറായിട്ട് കോർപ്പറേഷൻ മെമ്പർ സ്കൂട്ടറായിട്ട് ഇടുന്നു, എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിക്കും. പക്ഷേ ഒരു പുഷ്പയൊക്കെ ഇവിടെ ഉള്ളൂ, മറ്റേതല്ല മൊത്തം പുഷ്പമാരാണ്. അതാണ് അതിൻ്റെ കാര്യം. അതിലുപരി താങ്കൾ പറഞ്ഞു വന്നതിലൊരു പോയിന്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലും ഇവിടെ നമ്മുടെ KPC ഓഫീസിൻ്റെ അടുത്തുമൊക്കെ നിൽക്കുന്നത്. അതേസമയം CPM അങ്ങനെയുള്ള പ്രാദേശിക പ്രവർത്തകർ ഇവിടെ വന്ന് AK സെന്ററിന്റെ മുന്നിൽ നിന്ന് കളിക്കേണ്ട കാര്യം വരുന്നില്ല. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഉസ്താദ് ഹോട്ടൽ സിനിമ ഇന്ദ്രജ മോഹൻലാലിനെ കൊണ്ട് വന്നിട്ടുണ്ട്. വൈറ്റാ ഡീസൻ്റാ. അല്ല, ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസിലൂടെ. അപ്പം ഫക്രുദ്ദീൻ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. അത് ശരിയാണ്. നമ്മൾ രാഷ്ട്രീയക്കാരെ വിലയിരുത്തുന്ന രീതി, രാഷ്ട്രീയക്കാരുടെ പ്രവർത്തന ശൈലി, വോട്ട് ടാർഗറ്റ് ചെയ്യുന്ന രീതി, വോട്ട് ക്യാൻവാസ് ചെയ്യുന്ന രീതി, വോട്ട് എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ള രീതി, വർഗീയ വോട്ടുകളെ എങ്ങനെ അത് കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന രീതി, ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ യുവതലമുറയ്ക്ക് സ്വീകാര്യമായ രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് യുവ വോട്ടർമാർ കൂടുതലാണ്. നിലമ്പൂരിലാണെങ്കിൽ തന്നെയും നല്ലൊരു ശതമാനം യുവ വോട്ടർമാരുണ്ട്. അവരെ സ്വാധീനിക്കാൻ, ഇതിപ്പോൾ കേരളത്തിൽ ഒന്നടങ്കം ആ ഒരു ക്യാൻവാസിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മാറിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് VD സതീശൻ്റെ പ്രവർത്തന ശൈലിയാണ്. പക്ഷേ VD സതീശൻ പണ്ടത്തെ ചില പ്രതിപക്ഷ നേതാക്കളെ കണ്ട് പഠിക്കേണ്ടതല്ലേ, VS അച്യുതാനന്ദനെ പോലെയുള്ള? തീർച്ചയായിട്ടും അത് നേരിട്ട് അഭിപ്രായം പറഞ്ഞ ഒരാളും കൂടെയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് അദ്ദേഹം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ, പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെയൊക്കെ മതിയോ എന്നൊക്കെയുള്ള ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് തമ്മിൽ അത്രയധികം ബന്ധമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 25 വർഷമാകും. എൻ്റെ മാധ്യമ പ്രവർത്തനം അതിനേക്കാൾ ഒരു 9 വർഷം കൂടുതലുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ അറിയുന്ന VD സതീശനാണെങ്കിലും നമ്മുടെ റോഷി അഗസ്റ്റിനാണെങ്കിലും കോവൂർ കുഞ്ഞുമോനാണെങ്കിലും അങ്ങനെ ഒരുപിടി അഞ്ചോളം MLA മാർ, നമ്മുടെ സാജു പോൾ, അത് കഴിഞ്ഞ് AM ആരിഫ്, ഇത്രയും പേര് അന്ന് മുതലേ അറിയിച്ച വളരെയധികം സൗഹൃദമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾ ഓൾമോസ്റ്റ് എന്നോളം തന്നെ പ്രായമുള്ള ആളാണ്, 82 വയസ്സുകാരനായിട്ടുള്ള VS താങ്കൾ മാതൃകയാക്കണമെന്നുണ്ട്. VS സൈദ്ധാന്തികമായി അനുകരിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെ. കാരണം അദ്ദേഹം ഇന്ന് നമുക്ക് ഏത് മല കയറാം, ഇന്ന് ഏത് കാട് കയറാം എന്നും പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങുകയാണ്. ഇനി അങ്ങനെ കാട് കയറേണ്ട ഒന്നും അല്ലെങ്കിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കോടതിയിൽ എന്തെങ്കിലും കേസ് കൊടുക്കാവോ, അല്ലെങ്കിൽ ഭരിക്കുന്ന മുന്നണിയിൽ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ കേസ് കൊടുക്കാവോ എന്ന് പറഞ്ഞ് നടന്ന VS അച്യുതാനന്ദനെയാണ് ആളുകൾക്കെല്ലാം ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അതായിരുന്നു. അദ്ദേഹം ആ രീതിയിലാണ് കൊണ്ടുവന്നത്. മാത്രമല്ല അദ്ദേഹം രണ്ടാമത് ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോഴേക്കും കഷ്ടിച്ച്
2 സീറ്റിൻ്റെ വ്യത്യാസത്തിലല്ലേ അദ്ദേഹം പിന്നാക്കം പോയത്. അപ്പോൾ ആ രീതിയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ലിയോ പറഞ്ഞ ഈ ചെറുപ്പക്കാരുടെ ഒരു സംഭവം, ചെറുപ്പക്കാർ വളരെ പ്രോഗ്രസീവായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന, ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രോഗ്രസീവ് നിലപാടെടുക്കുന്ന കാര്യങ്ങളും ആറ്റിറ്റ്യൂഡും അതുപോലെ അതിലുള്ള എഴുത്തും സമീപനങ്ങളും അത് അവർ വിലവെക്കും. അവർക്ക് അപ്പോഴവിടെ കാസ്റ്റും ക്രീഡും പൊളിറ്റിക്സും അല്ല. അവർക്ക് മനസ്സിലാവും വ്യക്തിപരമായിട്ട് ഇന്ന നേതാവ് കൊള്ളാം, അദ്ദേഹത്തിൻ്റെ ഇന്ന കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് നല്ലതാണ് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ അവിടെ അത് ടാർഗറ്റ് ചെയ്താണെന്ന് തോന്നുന്നു BJPയുടെ പുതിയ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച സമയത്ത് തന്നെ ആ ഒരു അപ്രോച്ചാണ് അദ്ദേഹം എടുത്തിരുന്നത്. അത് ഓക്കെ, അത് ബോധപൂർവം ചെയ്തതാണോ PR ഏജൻസിയുടെ ഉപദേശമാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ തന്നെയും ആ ഒരു അപ്രോച്ച്, ഒരു പ്രോഗ്രസീവ് അപ്രോച്ചാണ് അദ്ദേഹം എടുക്കുന്നത്, പോസിറ്റീവ് അപ്രോച്ചാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്രോച്ച് യുവജനങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ മികച്ചതാണെന്ന് തോന്നുന്നില്ല. അല്ല, അത് ശരിയാണല്ലോ. അത് നമ്മൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ശശി തരൂരിൻ്റെ കാര്യത്തിലും അതാണ് ആളുകൾക്ക് വേണ്ടത്, ചെറുപ്പക്കാർക്ക് വേണ്ടത് ഇതുപോലെ ഡൈനമിക്സ്, വ്യത്യസ്തമായ അഡ്വാൻസ്ഡ് ഡൈനമിക്സ് ഉള്ള രാഷ്ട്രീയക്കാരെയാണ്, നേതാക്കന്മാരാണ് അവർക്ക് വേണ്ടത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം PR ഏജൻസികളെ വെച്ച് തന്നെ, അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് കൂടെയാണ്, PR ഏജൻസികളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. ആ രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തെ ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആക്കിയതിന് BJPക്ക് വേറൊരു കാരണം കൂടെയുണ്ട്. ശശി തരൂർ ഇനി മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസം വളരെ വലിയ ഭൂരിപക്ഷത്തിൻ്റെ അല്ല, 15,000 സംതിങ്ങിൻ്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം ജയിച്ചു നിൽക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ രാഷ്ട്രീയക്കാരനാക്കി മാറ്റാൻ സംസ്ഥാനത്തിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് പിന്നെ സാമ്പത്തിക ശേഷി ഉണ്ട്, പുതിയ ന്യൂ മീഡിയ അദ്ദേഹത്തിന് വശംബദമാണ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പറഞ്ഞ ഏജൻസികളുണ്ട്, PR ഏജൻസികളുണ്ട്. രാജീവിൻ്റെ കാര്യത്തിൽ ഒന്ന് PR ഏജൻസി സെക്രട്ടറിയാണ്. ഞാൻ രാജീവിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. നമ്മളെ ടോക്ക് കണ്ടിട്ട് വന്നു, രാജീവിൻ്റെ പിന്നെ സ്റ്റാഫിനെ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും. PR ഏജൻസി അല്ല, നമുക്കൊരാളെ സംസാരിക്കാൻ മനസ്സിലാവുമല്ലോ. PR ഏജൻസി സെക്കൻഡറി ഉള്ളൂ. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അല്ല, അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, അത് ഉപയോഗപ്പെടുത്തുന്നു സെക്കൻഡറിയിലും ഫൈനലി അല്ല. ഇപ്പോൾ രാജീവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ആദ്യം ഈ പിന്നെ PR ഏജൻസി പറയും, അങ്ങനല്ല. ഫൈനലി ഈസ് രാജീവ്. നമ്മൾ സംസാരിക്കുമ്പോൾ രാജീവ് കൃത്യമായിട്ട് പിന്നെ കണ്ണു നോക്കി സംസാരിക്കാൻ നമുക്കറിയാം. കൃത്യമായിട്ട് അത് ഉൾക്കൊള്ളാൻ ചിലർക്ക് രാജീവ് നടപ്പിലാക്കി തുടങ്ങി. നിങ്ങൾ പുറത്ത് കാണാത്തതുകൊണ്ട്, ഹോർഡിങ് വെക്കാത്തതുകൊണ്ട് നടപ്പിലാക്കേണ്ടെന്ന് വിചാരിക്കുക. 2 ശശി തരൂർ ഇങ്ങനെ തമ്മിൽ വ്യത്യാസമുണ്ട്. ശശി തരൂർ ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നതല്ല, ഇങ്ങനെ ചെയ്ത് കാണിച്ച ഒരാളാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ചോയ്സ് വന്നത് ഇന്റൽ വേണോ, ഹാർഡ്വെയർ ഉണ്ടാക്കണം, സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്നായിരുന്നു. രാജീവ് പോയി പഠിച്ച് ഇന്റലിലേക്ക് പോയി, അത് ഭയങ്കര സക്സസ്ഫുള്ളായി ചിപ്പ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ഈ BPL മൊബൈൽ ഉണ്ടാക്കിയത്, അതിന് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ കൃത്യസമയത്ത് കിറ്റ് ചെയ്തു. ഈ 2G സ്പെക്ട്രം വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം മുൻകൂട്ടി കണ്ട് സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പം ഒരു ടെക്നോക്രാറ്റ് എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, ഇപ്പം പിണറായി വിജയന് മറ്റുള്ള നേതാക്കന്മാരെ ഉള്ള ഒരു മേൽക്കൈ എന്ന കേരളത്തിൽ ചെയ്യുന്ന ഒരാൾ എന്നുള്ളതാണ്. ഇത് രാജീവിന് ശശി തരൂരിൻ്റെ മോളുണ്ട്. പക്ഷേ രാജീവിൻ്റെ കാര്യം, രാജീവ് സെൽഫ് പബ്ലിസിറ്റിയോ മറ്റോ ആദ്യം കൊടുക്കുന്നില്ല. പക്ഷേ അത് ജനങ്ങൾ പതുക്കെ അറിഞ്ഞോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ വാക്കിൽ രണ്ടുപേരിൽ നിന്ന് എനിക്ക് ഉത്തരം വേണം. ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ വിവാദം, അദ്ദേഹത്തെ അവിടെ ക്ഷണിക്കേണ്ടതായിരുന്നു ആ ഒരു സംഭവം, അതോ ശശി തരൂർ അതൊന്നും നോക്കേണ്ടതില്ല, നേരെ കയറി ചെന്ന് പ്രചാരണം നടത്തേണ്ടതായിരുന്നോ? അല്ല, അദ്ദേഹം ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ, ഒരു വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ആ വീട്ടിലെ കാരണവരെ അല്ലെങ്കിൽ വീട്ടിലുള്ള മെമ്പേഴ്സിനെ ബഹുമാനിച്ചിട്ട് വീട്ടിനകത്തുള്ള ഒരു സാഹചര്യത്തെ മാനിച്ച് ജീവിക്കുക എന്നുള്ളത് മിനിമം സംസ്കാരം. കേരളത്തിൽ വരുമ്പോൾ ചെയ്യുന്നതിൻ്റെ കാര്യമില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് എതിർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ അനുവാദം കൂടാതെയുള്ള പ്രധാനമന്ത്രിയുടെ അസൈൻമെൻ്റ് എടുക്കുന്ന ആ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ തെരഞ്ഞെടുപ്പിന് വിളിക്കാത്തത് എന്നുള്ളതാണ്. എന്താണ് ശശി തരൂർ പൊളിറ്റിക്കലി ഇന്നത്തെ ശശി തരൂർ ആയത് കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ്. കോൺഗ്രസ് മലയാളത്തിൽ അഞ്ച് വാക്ക് പിന്നെ എന്താണ് അക്ഷരങ്ങളുണ്ട്. ഒന്ന് മര്യാദ എന്ന് പറയും, ഒന്ന് അതാണ് പ്രധാനപ്പെട്ട മര്യാദ എന്ന് പറയും. അത് വേണ്ടിയിരുന്നു. ആ മര്യാദയും ഔദ്യത്യബോധവും ഈ 3 അക്ഷരവും അതിനിടയ്ക്ക് 2 ഞാൻ വിട്ടു ചെയ്തുകൊണ്ടാണ്. ഈ ഔദ്യത്യബോധവും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ശശി തരൂരിനുണ്ട്. നിങ്ങൾ ശശി തരൂർ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ 15,000 വോട്ട്, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു മാക്സിമം. അത് ശശി തരൂർ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പത്രക്കാർ വിചാരിച്ച ചില ആളുകളെ മഹാമാരാക്കാൻ പറ്റും, ഒരു മിനിമം സാധനം അവരുടെ കയ്യിൽ നിന്നിട്ടാൽ മതി. ചില ആളുകൾ ഒന്നും അല്ലാതാക്കാൻ പറ്റും. ശശി തരൂർ അങ്ങനെ നിങ്ങൾ ഊതിവെപ്പിച്ചുണ്ടാക്കിയ ഒരു അടുത്തതുണ്ട്, ഒരു ബലൂൺ കൂടിയാണ്. നിലമ്പൂരിലെ റിസൾട്ട് അറിയാനായി 23 വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പക്ഷേ അവിടെ ചർച്ചയായ വിഷയങ്ങൾ എടുത്തു പരിശോധിക്കേണ്ടതാണ് രാഷ്ട്രീയ നിരീക്ഷകരും. അതുപോലെ തന്നെ
ഗൗരവമായി പ്രവർത്തിക്കുന്ന വളരെ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ നേതാക്കളും ഇങ്ങനെയാണോ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. കുറേ കൂടി പ്രോ ആക്റ്റീവായി, കുറേ കൂടി പോസിറ്റീവായി, കുറേ കൂടി ഇന്നോവേറ്റീവായി നമ്മുടെ രാഷ്ട്രീയ രംഗം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രചരണ രംഗത്ത് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ പ്രചാരണ രംഗത്തും കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്ത 2 അതിഥികൾക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.